കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തേവലക്കര യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം നടത്തി. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടന്നു. വനിതാ സമ്മേളനം, മെറിറ്റ് അവാർഡ് വിതരണവും എന്നിവയും നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തേവലക്കര യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം നടത്തി. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. എക്സ് സർവീസ്മാൻമാരുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മറ്റ് രാജ്യങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അവകാശങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭാഷണത്തിൽ സംസാരിക്കാൻ സമ്മതരായിട്ടുള്ള നേതാക്കന്മാർ, സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഈ വേദിയിൽ തന്നെയുണ്ട് എന്നുള്ളതിനാൽ അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ലെങ്കിലും അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചാണെങ്കിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അംഗോദ്യമത്തിന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സ് സർവീസുമാരുടെ രാഷ്ട്രീയ സംഘടനകളെ രൂപീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു എന്താ പറയാ വാക്കുകൾക്കും എനിക്ക് തുളസി മാഡത്തിന്റെ വാക്കുകളെ ഞാൻ മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. കിട്ടിയ വേദിയിൽ അത് വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് അങ്ങനെയുള്ള ശങ്കാര വർഷങ്ങൾ തീർച്ചയായിട്ടും അത് ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. അപ്പൊ ആ തരത്തില് ശക്തമായി ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഊർജ്ജസ്വലമാക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു നേതൃത്വമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്. കരുനാഗപ്പള്ളി പോലൊരു സ്ഥലത്ത് ഇക്കാലഘട്ടത്തിൽ ഒരു 3 സെന്റ് സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ദുഷ്കരമല്ല, അസംഭവ്യം എന്ന് തന്നെ പറയാം. കാരണം അത്ര കണ്ട് സ്ഥലത്തിന് വിലയുള്ള ഒരു സ്ഥലമാണ് കരുനാഗപ്പള്ളി. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെന്റിന് ഏതാണ്ട് 35-40 ലക്ഷം രൂപ വില മതിക്കുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. വിലയാണ് ചിലപ്പോൾ 45 വരെ കച്ചവടം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് താലൂക്ക് ആസ്ഥാനം പണിക്കാൻ വേണ്ടി 3 സെന്റ് സ്ഥലം കണ്ടെത്തുകയും ആ പണി പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഞങ്ങള് ചവറക്കാർക്ക് ചെറിയൊരു ദുഷ്ടലാക്കുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. കരുനാഗപ്പള്ളിയിൽ ഒരിക്കലും അപ്പൊ ജില്ലാ പ്രസിഡന്റ് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പൊ കരുനാഗപ്പള്ളിയിൽ ഒരിക്കലും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് പണിയാൻ സാധ്യതയില്ല. കാരണം അവിടെ നിന്ന് സ്ഥലം വില കൊടുത്ത് വാങ്ങിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചവറയിൽ എവിടെയെങ്കിലും ഒപ്പിക്കണം. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ചവറയിലേക്ക് മാറ്റുവാൻ എക്സ് സർവീസ് ലീഗിന്റെ ചവറയിലുള്ള നേതാക്കന്മാർ കൂടി ആഗ്രഹമുണ്ടായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് N ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് രക്ഷാധികാരി G യോഹന്നാൻ പതാക ഉയർത്തി. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടന്നു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ പ്രദേശങ്ങളിൽ ഈ പറയപ്പെട്ട യോജനങ്ങളായിട്ടുള്ളവർക്ക് ഒത്തുചേരാനുള്ള ഇടങ്ങളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. പലർക്കും പരസ്പരം സംസാരിക്കുവാനും അയൽബന്ധങ്ങൾ പുതുക്കുവാനും ഒക്കെയുള്ള കാലഘട്ടത്തിൽ നിന്ന് നാം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു കാലം ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിലും ദുർഘടമായ മേഖലകളിലും ഒക്കെ ആത്മാഭിമാനം എന്നുള്ള ആ വലിയ അംഗീകാരത്തെ നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ്, പ്രവർത്തിച്ചവരാണ്. തിരിച്ചു നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മാത്രമല്ല പൊതുസമൂഹത്തിൽ ആകമാനം കാണപ്പെടുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുവാനും ഒത്തുചേരുവാനും ഇടങ്ങളില്ല. വീടുകളിൽ മക്കളെല്ലാം വിദേശത്തും അച്ഛനും അമ്മയും ഏതാണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടേക്ക് കടന്നു വരുമ്പോൾ അമ്മമാരും അതുപോലെ അച്ഛനമ്മമാരെല്ലാവരും ഇവിടെ വരുമ്പോൾ പരസ്പരം എല്ലാവരുമായി സംസാരിക്കുവാനും ഇന്നത്തെ ഈ ആഘോഷത്തെ കുറിച്ചും ഇവിടെ നടക്കുന്ന പരിപാടികളെ കുറിച്ചും ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ചർച്ചകൾ നടക്കുവാനും ഒക്കെ കഴിയുന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ മുതിർന്ന ആളുകൾക്ക് വേണ്ടി നൽകുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. KSCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് D ശശികുമാർ സംഘടനാ പ്രവർത്തന ബോധവൽക്കരണം നടത്തി. KSCL ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ വിമുക്ത ഭടന്മാരെ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി ജനാർദ്ദനൻ പിള്ള നവാഗതരായുള്ള വിമുക്ത ഭടന്മാർക്ക് വരവേൽപ്പ് നൽകി. മഹിളാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജയശ്രീ ദിനമണി മെറിറ്റ് അവാർഡ് വിതരണം നിർവഹിച്ചു. 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ മഹിളാ വിംഗ് താലൂക്ക് സെക്രട്ടറി ശ്രീദേവി മുതിർന്ന വിധവകളെ ആദരിച്ചു.
തേവലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം അനസ് നാത്തയ്യത്ത്, ഗീതാദേവി പിള്ള, ബി രാധാമണി, ലിസി ജോൺ, ബാബുരാജ്, ലാലു തമ്പി, ബിന്ദു സന്തോഷ്, അംബിക വിജയൻ, ബീന ടി കുമാർ, CN രമണൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.